ഞാൻ 2 സാധനങ്ങളുമായിട്ട് വന്ന് ഗോവ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഫോൺ ഇത് ഈ ചേട്ടന്റെ ഫോണാണ്. എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായി പോയി. കുറച്ച് വീഡിയോ എടുക്കുമായിരുന്നു. അല്ല, കുറെ കഴിഞ്ഞിട്ട് വേണ്ടാണ് ഫോട്ടോ എടുത്തിട്ട് ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. ഗോവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ എല്ലാ ഇത് ഞാൻ തരും. അതിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. നമ്മളുടെ ക്യാബ് വന്നിട്ടുണ്ട്. കാണുന്നില്ല എനിക്ക്. ഇവിടുത്തെ എയർപോർട്ടിൽ വന്നപ്പോ ഭയങ്കര ഭംഗിയുള്ള ഒരു ഭയങ്കര എന്താ പറയുക ലക്ഷറി ഫീൽ അല്ലേ? സെറ്റ് അതെ, ഞാൻ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എനിക്കിതൊക്കെ ലക്ഷറി തന്നെ. നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട്. ക്യാബ് ചേട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ അവർ കേട്ടില്ലായിരിക്കും. അവരുടെ അവിടെ എന്താ അവസ്ഥ അറിഞ്ഞൂടാ. പോയേക്കണം. ഇനി ബാക്കി അവിടെ റൂമിൽ. ബൈ ബൈ. ഇതെന്ത് ഗോവ? ഞാൻ ഗോവയിൽ ഫസ്റ്റ് ടൈമാണ്. ഇത് നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലെ മറ്റേ ശിവക്കൊന്ന, ചെമ്പരുത്തി, അതാണ്ട് പുളിന്റെ ഇല. ഇതെന്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇല്ലീഗലാണ്. ഇവിടെ ലീഗലാണ്. അതില്ല അതെ അതെ. നീ വന്നതിന്റെ ശേഷമാണ് ഷാക്ക് ഒന്ന് ഇതായത് അല്ലേ? ഒന്ന് ഓണായത്. അവരൊക്കെ ബല പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ എനിക്കറിയാം ആവും. ഗോവയില് നമ്മളുടെ റൂം കാണിക്കാൻ നമ്മൾക്കിവിടെ ചെറിയ സെറ്റപ്പ് ഉണ്ട്. ഫ്രിഡ്ജിൽ ഒന്നും തേങ്ങയില്ല. യു ഹാവ് ടു കീപ് സംതിങ്. ഓക്കെ, ഓവനൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷിക്കല്ലോ ഇവിടുത്തെ പോലെയാണ്. നമുക്ക് ഇവിടെ മുന്നിലൊരു പൂളൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടിക്കോ? ആ ചേസ്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഇവിടെ റൂം. ഓക്കെ, സോ ദിസ് ഇസ് അവർ ബെഡ്റൂം. നിന്റെ ബെഡ്റൂം ഇത്. ഓക്കെ, നിന്റെ ബെഡ്റൂം ഇത്. ഞങ്ങളുടെ ബെഡ്റൂം ഇത്. അൻസ് വരും, നൈറ്റ് വരും. അൻസ് വരാനാകുന്നേ ഉള്ളൂ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കുഴപ്പമില്ല. ഞങ്ങൾ ആക്ച്വലി പുറത്തുനിന്ന് കുറച്ച് നെർവസ് ആയി. എന്താ വെച്ചാൽ വരുന്ന വഴിക്ക് നിറച്ചും നിറയെ കുട്ടി പറയാം. ഇവൻ നോക്കിയെടുത്താണ്. വാഷ്റൂം ഇതാണ് നമ്മുടെ. ഓക്കെ, വാഷ്റൂം ഒക്കെ നീറ്റ് ആണ്. നമുക്കൊന്ന് കുറ്റം പറയാം. ഇവിടെ കൂടി ഇടാ. ഇതാണ് നമ്മുടെ റൂം. പുറത്തുനിന്ന് വരുമ്പോൾ ഹോണസ്റ്റ് റിപ്ലൈ ആണ് നമുക്ക് എപ്പോഴും. പുറത്തുനിന്നുള്ള ഒരു ഇതെന്താണത്? ഭയങ്കര അൺഹൈജീനിക്. അവിടെ വരുന്നവർ അവിടെ തന്നെ ഇറങ്ങി പോകാൻ എല്ലാ ചാൻസും അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ഇതിൽ ഭംഗിയുള്ള ചിലപ്പോൾ ഒരാളും കൂടെ ഉണ്ട്. അൻസ് വരാനുണ്ട്. ആക്ച്വലി അവളുടെ വേറെ നമ്മളിങ്ങനെ ഉണ്ട് കേട്ടോ. അത് വേറെ അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് അവര് വരും. ഇത് ആക്ച്വലി ഇത് ശരിക്കും സോ സർപ്രൈസിങ് അല്ലേ? നമ്മൾ അവിടുന്ന് അങ്ങോട്ട് വരുന്നപ്പോ തന്നെ ഞാൻ ഇവിടെ പോയാലോ വഴിക്ക് സത്യമായിട്ടും അങ്ങനെ തന്നെയാ ഫീൽ ചെയ്തത് തന്നെ. പുറത്തുനിന്ന് നായകളൊക്കെ ഉണ്ട്. നമ്മുടെ ലോബിയിൽ വന്ന് കിടക്കണം. അപ്പൊ ഞാൻ റിസോർട്ടിൽ വർക്ക് ചെയ്ത ഒരാളോട് എനിക്കറിയാം അതിനെങ്ങനെയൊക്കെ വൃത്തിക്ക് നമ്മൾ കൊണ്ട. ഫ്രണ്ട് ഓഫീസ് ദ ഫേസ് ഓഫ് ദ ഹോട്ടലാണ്. അത് ഒരു നല്ല കുട്ടീന്റെ മുഖം ഇവിടെ കിടക്കണം. അത് ഈ കണ്ടില്ല. നമ്മൾക്ക് ജസ്റ്റ് ലോണ്ടറി ഒക്കെ ചെയ്യാണെങ്കിൽ റൂം നല്ല ഇഷ്ടമായി. എടാ, ഇവിടുത്തെ AC കൂടെ ഒന്ന് ഓൺ ചെയ്തിട്. നല്ല നീറ്റ് ആൻഡ് കോസി അല്ലേ? നല്ലൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ ഇഷ്ടം. അതെ, ഡെക്കോറൊക്കെ രസമുണ്ട്. സത്യമായിട്ടും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നേ വി നെവർ എക്സ്പെക്ട്. ഞങ്ങൾക്ക് ആകെ ചട്ടിച്ചു പോയി പുറത്ത്. ഞാൻ പറയാം ഇവിടുന്ന് പോകും, നമുക്ക് വേറെ റൂമൊക്കെ കിട്ടുമൊക്കെ. അത് പറഞ്ഞു പേയ്മെന്റ് ചെയ്തു നീ എന്നൊക്കെ ചോദിച്ചവരോട്. ഞാൻ ചിന്തിക്കണം. കുഴപ്പമില്ല. എടാ പിന്നെ അത് വേണോ? അത് വരണമെങ്കിൽ ആ ലോബി കൂടെ വൃത്തിയായിരിക്കണമായിരുന്നു. ആ ലോബി കൂടെ വൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയാം. ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് സൂപ്പിലാണ്. എന്ത് സൂപ്പടാ? ക്രാബ് സൂപ്പ്.
മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. അതൊന്ന് ഇതെന്തായിരുന്നടാ? പ്രോൺസ് ഫ്രൈഡ് റൈസും ഇതെന്തായിരുന്നു? ഇതെന്തായിരുന്നു? ചിക്കനും ചീസിനായിരുന്നു. ഞങ്ങള് സൂപ്പ് ഫിനിഷ് ചെയ്ത് ഇനിയിപ്പോ ഇത് കഴിക്കട്ടെ. രാവിലെ തന്നെ ഒരു ചായയും ഒരു കോഫിയും, സോറി 2 ചായയും 2 കോഫിയും 1 ചായയും ഉണ്ടാക്കിയതിന്റെ പ്ലേസുകളാണ് നിങ്ങൾ നീ ചായ കുടിച്ചില്ലേ? ആരുണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്? ഞാനാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ചായ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മളുടെ എയർബിഎൻബിയുടെ പുറത്ത് ഇങ്ങനെയാണ്. ഗോവ ഞാൻ വിചാരിച്ച ഗോവയില്ല ഗൈസ്. ഇത് കേരളത്തിൻ്റെ വേറൊരു പകർപ്പാണ്. ബട്ട് എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ നമ്മുടെ കേരളം കുറച്ചും കൂടെ ബെറ്ററാണ്. ഇവിടെ കുറച്ച് അവിടെ നോക്കിയാലും പശുവും മറ്റേ നായ്ക്കളൊക്കെയാണ്. അതൊരു വൃത്തിയും വെടിപ്പില്ല. പക്ഷേ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഭയങ്കര നമ്മുടെ നാട്ടിലെ തെങ്ങ് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട മാതിരി നമുക്ക് തോന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. കവുങ്ങ് അതാണ്ട് ഒരുത്തിനെ കൊണ്ടുവരുന്നത് ഇപ്പോഴാണ്. ഓയ് ഇത് നമ്മൾ വന്നപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് മേടിച്ചാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചു അല്ലേ. നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചു. പക്ഷെ ഇവിടെ സംഗതിയൊക്കെ കൊള്ളാം അല്ലേ. ഞാൻ വൃത്തിയാക്കിയപ്പോ രാശിക്ക് മോട്ടിവേഷൻ കേറിട്ട് ഞാൻ വിചാരിച്ചു ഞാനെന്തൊരു സ്ത്രീയാണ്, കോർപ്പറേഷനിൽ കിടക്കണു. അപ്പൊ ഞാനും കൂടി ഇതൊക്കെ സൂപ്പർ സൂക്ഷിക്കുന്നു. ഇവക്ക് കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഗുഡ് ഡീഡ്സ് ചെയ്യുന്നതായിട്ട് തോന്നി കഴിഞ്ഞാൽ പുള്ളിക്കാരെ പെട്ടെന്ന് മോട്ടിവേറ്റഡ് ആകണ്ട. ചെറിയൊരു പുഷ് മാത്രം മതി. അതെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അതെ ഞാൻ തന്നെ ഒക്കെ ഞാൻ തന്നെ. ഇവളുടെ ഈ ബ്ലോഗ് ഇവിടെ എഡിറ്റ് ചെയ്തൊന്ന് ഇട്ട് കണ്ടാ മതിയായിരുന്നു. പറയാനുണ്ട്. രാശി ഇവിടെ വന്നപ്പോ തൊട്ടങ്ങ് വ്ലോഗ് എടുപ്പാണ്. ഭയങ്കരമായ വ്ലോഗിംഗ് ആണ്. 24/7 വ്ലോഗിംഗ് ആണ്. ഇത് എവിടെങ്കിലും ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ട് എന്നെ കണ്ട നമ്മൾ ബഗ ബീച്ചിക്ക് പോവുകയാണ്. दो बना लो ना दीदी, 2 बना लो। പൊന്നു മക്കളെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി പോവരുത്. ഞാൻ എന്റെ പൂതി കൊണ്ട് ഇറങ്ങി പോയതാണ്. പെടും പിന്നെ ഇവർ 2-3 ചെയ്യിപ്പിക്കാണ്ട് വിടൂല. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു പൂതിക്കാണ് 2 ഭാഗത്ത് ചെയ്യാൻ പൈസ ഇല്ലാത്തോണ്ടല്ല. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല. എനിക്ക് സ്റ്റോറേജ് ഫുള്ളായിട്ടൊന്നും. അൻസോ തോടാ ബാഹർ അച്ഛാ സോറി പുറകിലോട്ട് നോക്കൂ. इधर देखो, इधर कैमरा पे पीछे देखो ना, पीछे जी इधर सामने देखो. गोमाता दा ഏറ്റവും നഷ്ടപ്പെട്ട ഞങ്ങളിപ്പം 4 പേരുണ്ടായതുകൊണ്ട് ഒരു വലിയ ബെഡ്റൂമോ പിന്നെ ഒരു ചെറിയൊരു ഔട്ട് സൈഡ് എന്നിട്ട് ഒരു അപ്പാർട്ട്മെന്റ്